ഫ്രോയിഡ് അല്ല, അത് കുട്ടി പറഞ്ഞു. ഫ്രോയിഡ് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പർശനം കാണുന്നത്, ഈ സ്പർശനത്തിൻ്റെ സെക്സ്വാലിറ്റിയിൽ ആദ്യമ രൂപം സ്പർശനത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചൈൽഡ്ഹുഡിൽ നമുക്ക് സെക്സ്വാലിറ്റി ഉണ്ടാവുന്നത്. ചൈൽഡ്ഹുഡിൽ നമുക്ക് സെക്സ്വാലിറ്റി ഉണ്ട്. അത് ഒരു മദർ ഓറിയന്റഡാണ്. അപ്പം നമുക്ക് ആ ഫീലിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ കാരണം അറിയാം. ഇത് ബയോളജിക്കൽ സാധനം, അതായത് റീപ്രൊഡക്ഷനും മറ്റേ ഈ ഫുഡ് കഴിച്ചതല്ലാണ്ട് വേറെ ഒരു എവല്യൂഷണറി നെസസിറ്റി മനുഷ്യനില്ല. നമ്മൾ മാത്രമല്ല പറയുന്നത്, മറ്റേ അംസുക്കായും പറയണതാണ്. അംസുക്കായും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇനിയിപ്പോൾ ഡാർവിനിസ്റ്റുകൾ പറയുന്നത് പോലെയാണ്. ഞാൻ അംസുക്കാനൊരു കട്ടപ്പാടിയില്ല, ഡാർവിനിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിട്ട് നന്നായി കുറിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാർവിനിസം എന്നുള്ള സംഭവം ഒരു ചെറിയ ഫാക്റ്റല്ല. ഡാർവിനിസം എന്നുള്ള സംഭവം, ഡാർവിനിസം ഇത് ചെയ്യണ, ഐ എം നോട്ട് സെയിങ് അബൌട്ട് സോഷ്യൽ ഡാർവിനിസം. സോഷ്യൽ ഡാർവിനിസത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാനെതിരാണ്. ഡാർവിനിസം എന്ന് പറയുന്ന സാധനമുണ്ടോ, ഈ ലഘുഘടനയോടുകൂടിയ ജീവികളിൽ നിന്നാണ് സങ്കീർണഘടനയോടുകൂടിയ ജീവികൾ ഉണ്ടാകുന്നതെന്നാണ് അതിൻ്റെ ബേസ്. ആ സാധനം ഇബ്നു ഖൽദിൻ്റെ മുഖദ്ദിമാലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഇബ്നു ഖൽദ് മുഖദ്ദിമാൽ പറയുന്നത് ലളിതഘടനയോടുകൂടിയ ജീവികളിൽ നിന്ന് സങ്കീർണഘടനയോടുള്ള കൂടിയ ജീവികളാവും ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നത് പോലെ. ഡാർവിനൊന്നും കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാകുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ട് പോലുമില്ല. അതിന് മുന്നേ ഇബ്നു ഖൽദ് പറഞ്ഞിട്ടുണ്ട്. മുഖദ്ദിമയിൽ ഒരു 40ാമത്തെ 50ാമത്തെ ആ പേജിൻ്റെ ഉള്ളിലാണ് അത് ഇത് വരുന്നത്. ഹ്യൂമൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ബയോളജിക്കലാണ്. അത് സെക്സായിട്ട് ഒരു ഈ ഏകപത്നി വ്രതമൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ശരിക്കും ബുദ്ധിമുട്ടിനാണ് ചെയ്യുന്നത്. വി മേ കോൾ ഇറ്റ് സിവിലൈസേഷൻ. നമ്മളൊരു സിവിലൈസേഷൻ എന്ന് പറഞ്ഞു. കാരണം രണ്ടാളും കോൺട്രാക്ട് നമ്മൾ ആക്ച്വലി വേറെ രാഷ്ട്രീയത്തിൽ പോകില്ല, ഓക്കെ കളി. പിന്നെ പോകാൻ പാടില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാണ്. അത് അതിന് പ്രശ്നമുണ്ട്. ഇപ്പോൾ രണ്ടാൾക്ക് താല്പര്യം വെച്ചെങ്കിൽ വേറെ ഇതിന് പോവാം. 2 കല്യാണങ്ങൾക്ക് താല്പര്യം കഴിക്കാം. ഇറ്റ്സ് ഓൾ ലിബറലാണ്. അപ്പോൾ ഈ ഒരു എലിയുടെ കൂട്ടിലേക്ക് വേറൊരു പെണ്ണിനെ വിടും. പെണ്ണിനെ വിട്ടേക്ക് ആണെങ്കിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആണെങ്കിൽ വന്നിട്ട് ഒരു പണി കൊടുക്കും. ഇതവിടെ നിൽക്കും. കുറച്ച് നേരം ടൈം എടുക്കും, ഒന്നും സംഭവിക്കില്ല, ഒരു ഇതുമില്ല. കുറച്ച് കഴിഞ്ഞാൽ വേറൊരു എലിനെ ഇടും. വേറൊരു എലിനിട്ടാലും വീണ്ടും വന്നിട്ടുണ്ട് ഇതേ പരിപാടി. ഇത് 4 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഇതാണ് ഇത് ചെയ്യുന്നത്. അതായത് വേറൊന്നിനെ, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാത്ത വേറൊന്നിനെ പ്രാപിക്കാനുള്ള സാധനം ഇതിനുണ്ട്. അത് വേറൊരു തെളിവായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാൻ ഉണ്ടല്ലോ, അരയന്നങ്ങൾ ഈ പാട്ടുകളിലും ഇതിലൊക്കെ വരുന്നതിൻ്റെ കാരണം അരയന്നങ്ങൾ മോണോഗമിസ്റ്റുകളാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ പെർത്ത് യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർ, ഗവേഷകർ ഇതിൻ്റെ ഈ ചിറകിൻ്റെ മേലെ ടൈനി ക്യാമറ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കളർ ചേർക്കാം. ഹ്യൂമൻ ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ ജീവികളുടെ ടെൻഡൻസിയാണ്. ജീവികൾക്ക് അങ്ങനെ ടെൻഡൻസി ഉള്ളത്. പിന്നെ